Assalamualaikum dear friends, welcome back to Shamys Karvaltini. ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായി നിങ്ങൾ ആരും ചെയ്തു നോക്കിയിട്ടില്ലാത്ത എണ്ണയില്ല മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഈ പലഹാരം എന്ന് വെച്ചാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് സോഫ്റ്റും ആണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി മധുര പലഹാരം വീട്ടിലുള്ള എപ്പോഴും കാണുന്ന സാധനങ്ങൾ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ പലഹാരം നമുക്ക് വേഗം എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. നമ്മുടെ ഈ അടിപൊളി പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൗരിയാണ്. നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചൗരി ഉണ്ടല്ലോ, അപ്പം ഈ ചൗരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇതിൽ നിന്നും നമുക്ക് 1 കപ്പാണ് ആവശ്യമുള്ളത്. അപ്പം ഞാനിവിടെ 1 കപ്പ് ചൗരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എപ്പോഴും പറയുന്ന പോലെ 1 കപ്പ് 250 ml കപ്പിന്റെ അളവാണ്. നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ എടുത്തു മാറ്റി വെച്ച 1 കപ്പ് ചവരി മിക്സിയിലെ ചെറിയ ജാറിലോട്ട് നമുക്കിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം. ഇനി ഈ ചവരി എത്രത്തോളം പൊടിക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ചവരി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തരികളോട് ചെറിയ കുഞ്ഞു കുഞ്ഞു തരികൾ ഉണ്ടാവും. അപ്പൊ ഇതിനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമുക്ക് പൊടിച്ചെടുത്ത ചവരി ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പൊ പൊടിച്ച ചവരി നമുക്കിനി മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അത് 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ നമുക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ തേങ്ങയും പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ചെറിയ ചെറിയ തരികളോട് കൂടി വേണം ഇതുപോലെ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച തേങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ തേങ്ങയുടെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതിയാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തേങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും മതിയാവും. അതാവുമ്പോൾ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് 2 മിനിറ്റ് വറുത്ത് കൊടുക്കാം. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. പക്ഷെ കരിഞ്ഞു പോവാൻ പാടില്ല. ഈ വൈറ്റ് നിറം തന്നെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമ്മുടെ വറുത്ത് വെച്ച തേങ്ങ ഒരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഇത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യം 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ച ചൗരി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കളറൊന്നും മങ്ങി പോവാൻ പാടില്ല. ഇപ്പൊ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ച ബദാം 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ കപ്പലെണ്ണ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച തേങ്ങയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനും അങ്ങിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഉടനെ തന്നെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഈർപ്പൊന്നുമില്ലാത്ത പാത്രത്തിൽ വേണം മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓൺ ആക്കി വീണ്ടും ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം 1/2 ലിറ്റർ പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അത് ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പൊ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ പലഹാരത്തിന്. അപ്പൊ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയെ. ഇനി നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. പാൽപ്പൊടി നമുക്ക് 2 ടേബിൾ സ്പൂൺ എന്നതിന് പകരം ഒരു 4 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് എടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്തതായിട്ട് ആവശ്യം പഞ്ചസാരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് സാധാരണ ഒരു മധുരമാണ് കേട്ടോ.
അപ്പം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞിട്ട് വരണം. അപ്പൊ പഞ്ചസാര ഒന്ന് അലിഞ്ഞു വരട്ടെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ മധുരമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്, 1/2 കപ്പ്. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാരയും കൂടി ചേർത്താണ് പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഏലക്കാപ്പൊടി ആണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മിക്സ് കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുമിച്ചിടാൻ പാടില്ല, കുറച്ചായിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ബാക്കിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ട് കൊടുക്കാം, പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചവ്വരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും. ഒരുപാട് താമസമൊന്നുമില്ല. ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് മധുരമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യത്തിന് മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് മധുരം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പാനിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടണം. അവസാനം നമ്മൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പൊ നെയ്യില്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അടുത്തതായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് ഈ പലഹാരം സെറ്റ് ചെയ്യാൻ പോകുന്നത്, ആ പാത്രം നന്നായിട്ട് നമുക്ക് നെയ്യ് ബ്രഷ് ചെയ്ത് മാറ്റി വെക്കണം. നെയ്യോ ഓയിലോ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പൊ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചോറൊക്കെ കഴിക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ, അത് എടുത്താലും മതിയാവും. ഇനി ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് വിതറി ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊക്കെ വേണമെന്ന് യാതൊരു നിർബന്ധം ഇല്ല. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പൊ പിസ്തയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടിന്ന് മാറ്റി വെക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരണം. കണ്ടോ, ഇതാണ് ഇതിന്റെ പരുവെന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പം എല്ലാം പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് തടവി വെച്ച പാത്രത്തിലോട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മുടെ മിക്സ് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചോ ഒരു സ്പാച്ചില വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂണിന്റെ മറുവശത്ത് കുറച്ച് നെയ്യൊന്ന് തടവിന് ശേഷം നന്നായിട്ട് ലെവൽ ചെയ്തെടുത്താലും മതി. അപ്പൊ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് നന്നായിട്ട് ഇത് തണുത്തിട്ട് വരണം. അപ്പൊ നമുക്ക് ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പൊ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ സൈഡെല്ലാം ഒന്ന് വിടിയിച്ചു കൊടുക്കാം. അപ്പൊ അതെല്ലാം വിടിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഡിമോൾഡ് ചെയ്യാം. ഇടുമ്പോ തന്നെ വീണ് കിട്ടും. അപ്പൊ നമുക്കിനി തുറന്ന് നോക്കാം. നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം നല്ല സൂപ്പർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം എത്രമാത്രം സോഫ്റ്റും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റും ആണ്. വായിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകും, അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എത്രമാത്രം പെർഫെക്റ്റും സോഫ്റ്റും ആണെന്നുള്ളത്. ഇതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.